നമ്മളൊരു മെസ്സേജ് ഇടുന്നു, അപ്പം തന്നെ ബ്ലൂ ടിക്ക് വേണം. ബ്ലൂ ടിക്കിന് ഒരു 4 സെക്കൻഡ് ഡിലേ വന്നാൽ തന്നെ നമുക്ക് പ്രശ്നം വരും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഡോപ്പമിൻ ഹൈ വേണം. ആ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കാലഘട്ടത്തിലാണ് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഇപ്പോൾ ജീവിക്കുന്നത്. ഗെയിമിംഗ് ആണെങ്കിൽ നമുക്കൊരു സെൻസ് ഓഫ് കൺട്രോൾ ഉണ്ട്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് വീട്ടിൽ നമുക്ക് വേറെ ഒന്നിനും കൺട്രോൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് അവർക്ക് കൺട്രോളിൽ എക്സിബിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ പറയുന്ന ഗാംബ്ലിംഗ് ആണെങ്കിലും ഗെയിമിംഗ് ആണെങ്കിലും ഓൺലൈൻ ഗെയിമിംഗ് ആണെങ്കിലും. പിന്നെ ഒരുപാട് കുട്ടികൾ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 10th പഠിക്കുന്ന ഒരു കുട്ടി ആൽക്കഹോൾ യൂസ് ചെയ്തു എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പിടിച്ചിട്ട് ആൻഡ് മദർ വാണ്ട്സ് ടു ബ്രിങ് ദ ചൈൽഡ് ഹിയർ. ഹി ഡസന്റ് വാണ്ട് ടു കം. ഇറ്റ്സ് ലൈക്ക് എന്താ പ്രശ്നം? 10th ക്ലാസ്സിൽ മദ്യപിക്കുന്ന ഒരു വലിയ കാര്യമാണോ? മദ്യമല്ല, സബ്സ്റ്റൻസ് ആയിരുന്നു. പണ്ട് നമ്മൾ ഇങ്ങനെ റെബൽ കാണിക്കുന്ന 5ാം ക്ലാസ്സിൽ വേണ്ടി ബീഡിയൊക്കെ വലിച്ച് കവലയിൽ നിൽക്കുന്നത് പോലെ അതിന്റെ ഒരു അഡ്വാൻസ് വേർഷനാണ് ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ പറയുന്ന സിന്തറ്റിക്കും ഡ്രഗ്സും എല്ലാം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്. നമ്മളത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗെയിം അല്ല സ്റ്റോപ്പ് ചെയ്യേണ്ടത്. വൈ ഈസ് ഇറ്റ് ദാറ്റ് ദിസ് പേഴ്സൺ ഗെയിമിങ്ങിൽ പോകുന്നു? അല്ലെങ്കിൽ ഒരു മദ്യപാനിയാണെങ്കിൽ വൈ ഈസ് ഇറ്റ് ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് ഗോയിങ് ബാക്ക്? ഇത് ഒരു സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണോ അതോ ലോൺലിനെസ് മാറ്റാനാണോ? ആ വൈ എന്നുള്ള റൂട്ട് ഫാക്ടർ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ കുറേ ആൾക്കാർ നമുക്ക് അതിൽ നിന്ന് പുറത്തുകൊണ്ട് വരാൻ പറ്റും.